ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം എന്ന് പറയുന്നത് ഈ തിരുവനന്തപുരത്തിൻ്റെ ലോകനാഥനായ ദൈവമാണ്. അപ്പോൾ ആ കാര്യത്തിൽ നോക്കുമ്പോൾ ആറാട്ട് മണ്ഡപം വളരെ കാര്യപ്രസക്തമാണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഭക്തജനങ്ങളെല്ലാം ഒരുമിച്ച് നിർത്തിക്കൊണ്ട് ശക്തമായിട്ടുള്ള ഒരു സമ്മർദ്ദം സംസ്ഥാന സർക്കാരിലും നഗരസഭയിലും നടത്താൻ ഉദ്ദേശിക്കുന്നു. ഈ ആറാട്ട് മണ്ഡപം ഒന്നുകിൽ ക്ഷേത്ര ഭരണസമിതിയെ ഏൽപ്പിക്കണം, അല്ലെങ്കിൽ ആർക്കിയോളജിയെ ഏൽപ്പിക്കണം. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ശംഖുമുഖം ബീച്ചിലുള്ള ആറാട്ട് മണ്ഡപത്തിന് സമീപമാണ്. ഈ ഒരു മണ്ഡപത്തിലാണ് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആറാട്ട് സമാപിക്കുന്നത്. വർഷങ്ങളോളം ഇവിടെയാണ് സമാപിക്കുന്നത്. ഈ ഒരു മണ്ഡപം ഇപ്പോൾ കടലെടുക്കാവുന്ന അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. ഈ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഭാരവാഹികളൊക്കെ തന്നെ ക്ഷേത്ര കോർപ്പറേഷന് പരാതി കൊടുത്തിട്ടും ഇതുവരെയും ഒരു നടപടിയും കൈക്കൊള്ളാൻ തയ്യാറായിട്ടില്ല. ഈ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ക്ഷേത്ര ഭാരവാഹികളിൽ ഒരാൾ ധർമ്മന ജെയിൻ ഇപ്പോൾ വിസ്മയ ന്യൂസിനോടൊപ്പം ചേരും. കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകാം. ശംഖുമുഖത്തെ ആറാട്ട് മണ്ഡപം ഏത് നിമിഷവും തകർന്നു വീഴാവുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. എന്താണ് പറയാനുള്ളത്? ശംഖുമുഖത്തെ ആറാട്ട് മണ്ഡപം കഴിഞ്ഞ കടലാക്രമണത്തിൽ ഏകദേശം ആറാട്ട് മണ്ഡപത്തിൻ്റെ തീരം വരെ കടലാക്രമിച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞ 3 മാസത്തിന് മുമ്പ് ഈ ആറാട്ട് മണ്ഡപത്തിൽ അനധികൃതമായി നോൺ വെജിറ്റേറിയൻ അവിടെ പാകം ചെയ്തൊരു സംഭവം ഉണ്ടായി. ആ സംഭവവുമായി ബന്ധപ്പെട്ട് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഭരണസമിതി അംഗം എന്ന നിലയിലും ഭരണസമിതിയും ഒന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്, ആറാട്ട് മണ്ഡപത്തിൽ അത്തരം കാര്യങ്ങൾ നടക്കാൻ പാടില്ല എന്ന്. ഇത് പൈതൃകമായിട്ടുള്ള കാര്യമാണ്. ശ്രീപത്മനാഭസ്വാമിയുടെ ക്ഷേത്രത്തിൻ്റെ 3 മൂർത്തികളുടെ ആറാട്ട് നടത്തുന്ന പൂജിക്കുന്ന ഒരു പരമ പവിത്രമായ സ്ഥലമാണ്. ഈ അനധികൃതമായിട്ടുള്ള ഇത്തരം, അതായത് നഗരസഭ പെർമിഷൻ കൊടുത്തിട്ടാണ് അവിടെ മാംസം പാകം ചെയ്തത്. അതുമായി ബന്ധപ്പെട്ട് ഈ ആറാട്ട് മണ്ഡപം ഒന്നുകിൽ ക്ഷേത്ര ഭരണസമിതിയെ ഏൽപ്പിക്കണം, അല്ലെങ്കിൽ ആർക്കിയോളജിയെ ഏൽപ്പിക്കണം. ഈ 2 കാര്യങ്ങൾ ഏതെങ്കിലും തീരുമാനം നഗരസഭ എടുക്കണമെന്ന് അന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ കടലാക്രമണത്തിന് ശേഷം വീണ്ടും ഭരണസമിതി കൂടി ആറാട്ട് മണ്ഡപം ഇത് വർഷങ്ങളായി നിൽക്കുന്നതാണ്. ഇത് കഴിഞ്ഞ കാലങ്ങളിൽ നല്ല കെട്ടുറപ്പോടെ കെട്ടിയത് കൊണ്ടാണ് ഇത് പിടിച്ചു നിൽക്കുന്നത്. ഏത് നിമിഷവും ആറാട്ട് മണ്ഡപം കടലെടുക്കുന്ന ഒരു സാഹചര്യം വരാതെ നഗരസഭയും സംസ്ഥാന സർക്കാരും അതിനെ സംരക്ഷിക്കാൻ ആവശ്യമായ നിലപാടെടുക്കണമെന്ന് കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് നടന്ന ഭരണസമിതിയും തീരുമാനമെടുത്ത് പ്രമേയം പാസാക്കി നഗരസഭയിൽ കൊടുത്തിട്ടുണ്ട്. പരാതി കൊടുത്തിരുന്നു. അപ്പോൾ എന്തായിരുന്നു അവരുടെ നിലപാട്? അവരുടെ നിലപാട് മറുപടിയൊന്നും വന്നില്ല. മറുപടി വന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം ഭരണസമിതി മാത്രമല്ല, തിരുവനന്തപുരത്തെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഭക്തജനങ്ങളെല്ലാം ഒരുമിച്ച് നിർത്തിക്കൊണ്ട് ശക്തമായിട്ടുള്ള ഒരു സമ്മർദ്ദം സംസ്ഥാന സർക്കാരിലും നഗരസഭയിലും നടത്താൻ ഉദ്ദേശിക്കുന്നു. അതോടൊപ്പം സംസ്ഥാന സർക്കാരിൻ്റെയും നഗരസഭയുടെയും ഭാഗത്തു നിന്ന് ഇത് കൃത്യമായിട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാരിനെ സമീപിക്കാനും തീരുമാനിച്ചു. ഒരു സമരത്തിലേക്ക് നീങ്ങുമോ ഈ ഒരു നിലപാട് ഇങ്ങനെ തുടർന്നാൽ? ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ഈ നഗരസഭയും സംസ്ഥാന സർക്കാരും ഒരു സമരത്തിലെ ഭക്തജനങ്ങളെ വൈകാര്യമായ ഒരു പ്രശ്നമാണ്. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം എന്ന് പറയുന്നത് ഈ തിരുവനന്തപുരത്തിൻ്റെ ലോകനാഥനായ ദൈവമാണ്. അപ്പോൾ ആ കാര്യത്തിൽ നോക്കുമ്പോൾ ആറാട്ട് മണ്ഡപം വളരെ കാര്യപ്രസക്തമാണ്. അത് പുണ്യഭൂമിയാണ്. അതിനെ സംരക്ഷിക്കാൻ ഒരു സമരം നടത്തുക എന്നുള്ള സാഹചര്യത്തിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു നഗരസഭയും സംസ്ഥാന സർക്കാരും അതിലേക്ക് വലിച്ചിഴക്കില്ലേ എന്നാണ് ഒരു ഭരണസമിതി അംഗം എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആറാട്ട് സമാപിക്കുന്നത് ശംഖുമുഖത്തുള്ള ആറാട്ട് മണ്ഡപത്തിന് സമീപമാണ്. എന്നാൽ ആ ഒരു മണ്ഡപം ഇപ്പോൾ കടലെടുക്കാവുന്ന അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ക്ഷേത്ര ഭരണസമിതി അംഗങ്ങളൊക്കെ നഗരസഭയ്ക്കും അതുപോലെ തന്നെ സർക്കാരിനും പരാതി കൊടുത്തിട്ടുണ്ടെങ്കിലും നടപടിയൊന്നും അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. ഈ നിലപാടാണ് സർക്കാർ തുടരുന്നതെങ്കിൽ പുതിയ സമരവുമായി മുന്നോട്ട് പോകാനാണ് ക്ഷേത്ര ഭരണസമിതിയുടെ തീരുമാനം. വിസ്മയ ന്യൂസ്, തിരുവനന്തപുരം.